ഓ ഇബ്രാഹിം, താങ്കളെ ലോകത്തിന് ഇമാമാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ വമിൻ ദുർരിയത്തി, എന്റെ മക്കളെയും ഇമാമുകളാക്കണേ റബ്ബേ എന്ന് പ്രാർത്ഥിച്ചില്ലേ? വജുനുബ്നി വബനിയ അൻ നഅബുദൽ അസ്നാം, എന്നെയും എൻ്റെ മക്കളെയും വിഗ്രഹാരാധനയിൽ നിന്ന്, ബഹുദൈവാരാധനയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ റബ്ബേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ ആ കുടുംബത്തോടുള്ള ആത്മാർത്ഥത നമുക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോടും പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, ഈമാനുള്ളവരെ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് സംരക്ഷിക്കണം. ഈ ആത്മാർത്ഥത നമ്മുടെ ഇണകളോട്, നമ്മുടെ മക്കളോട് നമ്മൾ കാണിക്കുകയാണെങ്കിൽ കാലഘട്ടത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരിക്കലും നമ്മൾ പിൻവാങ്ങുകയില്ല. കാലഘട്ടം എത്ര മോശമാകട്ടെ, ലോകം എത്ര മോശമാകട്ടെ, നമ്മുടെ മക്കൾ നരകത്തിൽ പോവരുതെന്നുള്ള വാശിയും ആത്മാർത്ഥതയും നമുക്കുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ആ നിലക്ക് അവരെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കും. ഇരുട്ടിന്റെ ശക്തികൾക്ക് നമ്മുടെ മക്കളെ വിട്ടുകൊടുക്കേണ്ടുന്ന ഒരവസ്ഥ വരികയില്ല. പക്ഷേ ഇഖ്ലാസിൽ കുറവ് സംഭവിക്കുന്നുണ്ടോ? പ്രവർത്തനങ്ങളിൽ കുറവ് സംഭവിക്കുന്നുണ്ടോ? മക്കളെക്കുറിച്ചുള്ള ചിന്തകളിൽ പോരായ്മകളുണ്ടോ എന്ന് ഞാനും നിങ്ങളുമാണ് ചിന്തിക്കേണ്ടത്.